ശരിക്കും എനിക്ക് അച്ഛനുണ്ടോ? ശരിക്കും ദൈവമുണ്ടാ? വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് കുറെ പേര് മരിച്ചപ്പോ ദൈവം എവിടെയാ പോയേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 1,00,000 റുപ്യ എനിക്ക് ആവശ്യമുണ്ടായിട്ട് അത് കൊണ്ടുവരാതെ എൻ്റെ അച്ഛൻ എവിടെയാ പോയേ? നമ്മൾ മനുഷ്യന്മാര് മാത്രല്ലേ രക്ഷിക്കാനുണ്ടായിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെ എസൻസിൻ്റെ മനുഷ്യന്മാരല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി സംഘടനയുടെ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് അവിടെ നിറഞ്ഞു ഒഴുകിയായിരുന്നു. ഈ മതവിശ്വാസികളൊക്കെ മൂലക്ക കുത്തിറക്കിയായിരുന്നു. പ്രയർ ഫോർ വയനാട് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആകെ പേ ഫോർ വയനാട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായി ഞങ്ങൾക്ക്? ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് എത്ര ഉറുപ്പ് എടുത്തു തരും ഞങ്ങൾക്ക്? 2,50,000 റുപ്യ. കേരളത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടന, ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടനയായ ഞങ്ങൾ കൊടുത്ത തുക 2,50,000 റുപ്യ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ പകുതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മതവാദികൾക്ക്, ഈ ദൈവത്തിൻ്റെ ആൾക്കാർക്ക്? നിങ്ങൾ എന്താണ് ഈ പറയണത്? പിന്നെ പേരിന് 2 ആൾക്കാർ അവിടെ കുത്തി മറിഞ്ഞിരുന്നു. അവർക്കുള്ള ശമ്പള തുക വരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറിയോ ഞങ്ങൾക്ക്? ഇതാ അവർക്ക് കൊടുക്കാൻ പോവാണ് ഈ വരുന്ന സമ്മേളനത്തിൽ. ഒരാൾക്ക് 25,000 റുപ്യ, അങ്ങനെ 2 ആൾക്കാർക്കും കൂടി 50,000 റുപ്യ. ഞങ്ങളാകെ ഫണ്ടായി കൊടുത്തത് 2,50,000 റുപ്യാണ്. അതിൻ്റെ 1/4 ഭാഗത്തോളം ഞങ്ങളവിടെ പണിയെടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഏതെങ്കിലും മതവാദികൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ശരിക്കും ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഒക്ടോബർ 12-ന് വരട്ടെ, അപ്പം നമുക്ക് നേരിട്ട് കണ്ട് സംവദിക്കാലോ. പിന്നെ ശരിക്കും എൻ്റെ അച്ഛനുണ്ടെങ്കിൽ ആ 1,00,000 റുപ്യറ്റ് ഒക്ടോബർ 18-ന് വരട്ടെ. എന്നാൽ ഞാൻ വിശ്വസിക്കും എൻ്റെ അച്ഛനുണ്ടെന്ന്. എന്നാൽ ഞാൻ അംഗീകരിക്കും എൻ്റെ അച്ഛനുണ്ടെന്ന്. അല്ലാതെ മക്കളെ നമ്മൾ അംഗീകരിക്കൂല. ഞാൻ അച്ഛൻ്റെ ഉദാഹരണത്തിലൂടെ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് യുക്തിവാദികളുടെ യുക്തിരഹിതമായ ചോദ്യത്തെയാണ്. ഒരു പ്രയാസം വന്നപ്പോൾ എന്നെ എൻ്റെ അച്ഛൻ സഹായിച്ചില്ല, അതുകൊണ്ട് ഇവിടെ എൻ്റെ അച്ഛനില്ല എന്ന് പറയുന്നത് എത്രത്തോളം അബദ്ധമാണോ, ഇപ്രകാരമാണ് ഈ ആർഗ്യുമെൻറ്റും ഈ പറയുന്ന കൂട്ടരും ഉപയോഗിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൽ ദൈവം പലരെയും സഹായിച്ചില്ല, ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ തുറന്നു പറയുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്ന് വരെ പറയുന്ന ഒരുപാട് ആളുകളുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓട്ടോറിക്ഷ കയ്യിലുണ്ട്, ഞാനത് മേപ്പാടി കൊണ്ട് വെച്ചോണ്ട് ഞാനും ഓട്ടോറിക്ഷയും ഭാര്യയും ബാക്കിയായി. അൽഹംദുലില്ലാ. ചിലവരെ സഹായിച്ചില്ല, അതുകൊണ്ട് ഇവിടെ ദൈവമില്ല എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ കഴിയും? അല്ലെങ്കിൽ ദൈവമുണ്ടെങ്കിൽ ഒക്ടോബർ 18-ന് വരട്ടെ, എന്നാൽ ഞങ്ങൾ ദൈവമുണ്ടെന്ന് സമ്മതിക്കാം. ഒക്ടോബർ 18-ന് വന്നില്ലെങ്കിൽ അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം.